ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്. 2025 മാറിയ പുതിയ പാഠപുസ്തകമാണിത്. ഹിന്ദിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ ജിന്ദഗി കാ സഫർ. ഇതൊരു ഹൈക്കു ആണ്. ഈ ജിന്ദഗി കാ സഫർ എന്നുള്ള അതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് വിത്ത് എക്സ്പ്ലനേഷൻ, അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ജിന്ദഗി കാ സഫർ ആദ്യ ചാപ്റ്ററായ ഗിഡ്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ജിന്ദഗി കാ സഫർ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് പറയാം. ഹൈക്കു एक प्रकार की जापानी काव्य രീതി है. അപ്പോൾ ഹൈക്കു എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ജാപ്പനീസ് കാവ്യരചന രീതിയാണ്. ജോ ബഹുത് ഹി സംക്ഷിപ്ത് ഹോത്തി ഹെ. വളരെ ചെറിയ, അതായത് ചുരുങ്ങിയ വരികൾ കൊണ്ട് വലിയ അർത്ഥം അത് കൺവേ ചെയ്യും. 2-3 വരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലേക്കിൻ ഉസ്മേ ഗഹറായി ഓർ ഭാവനാത്മകത ഹോത്തി ഹെ. പക്ഷെ അതിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവും, ഭാവനാത്മകത ഉണ്ടാവും. यह प्रकृति, ऋतुओं, समय या किसी क्षण विशेष को बहुत ही सुंदर और सरल शब्दों में व्यक्त करती है. അപ്പോൾ ഇതെല്ലാം ഈ പ്രകൃതി ആയിക്കോട്ടെ, ഋതുവും, പല പല കാലാവസ്ഥാ മാറ്റങ്ങൾ അല്ലെ, പല ക്ലൈമറ്റ് ചേഞ്ചസ്, സമയം, അങ്ങനെ എന്തിനെക്കുറിച്ചും വളരെ സുന്ദരമായും സിമ്പിളായിട്ടും ഈ ഒരു ഹൈക്കൂലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ജിന്ദഗി കാ സഫറിൽ 3 രചനാക്കാരുണ്ട്. ഇതിൽ സുരംഗ്മ യാദവിൻ്റെ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 3 ലൈനേ നമ്മൾ കാണുന്നുള്ളൂ, പക്ഷെ ഇതിന് വളരെ വിപുലമായിട്ടൊരു അർത്ഥമുണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം, ശേഷം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇതിൽ എഴുതി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂക്ക യാ ബാഡ് സാഹബ് കി ആംഗൻ സദാ ഫുഹാർ. സൂക്ക പറഞ്ഞ വരൾച്ചയാണ്, ബാഡ് പറഞ്ഞ വെള്ളപ്പൊക്കം. സാഹബ് കി ആംഗൻ, സാഹബിൻ്റെ മുറ്റം എന്നും, ഫുഹാർ പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സുമായി നിറഞ്ഞിരിക്കുന്നു, അതായത് സമൃദ്ധമാണെന്നാണ് അർത്ഥം കേട്ടോ. വരൾച്ചയായാലും വെള്ളപ്പൊക്കം ആയാലും സാഹബിൻ്റെ മുറ്റം എന്നും സമൃദ്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിസ്ക്രിമിനേഷൻ, അതായത് പാവപ്പെട്ടവനും പണക്കാരനും രണ്ടും 2 തലങ്ങളിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 2 അവസ്ഥകൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഇസ് ഹൈക്കു മേ സമാജ് കെ 2 വർഗോം കെ ബീച്ച് അസമാനത കോ ദിക്കായ ഗയാ ഹെ. അപ്പോൾ ഇതിൽ പറയുന്നത് സമൂഹത്തിൻ്റെ 2 തട്ടിലുള്ള ആളുകളുടെ ഇടയ്ക്ക് വരുന്ന ഒരു എന്താ പറയുക, ഇനീക്വാലിറ്റിയാണ് പറയുന്നത്. സെയിം അല്ലല്ലോ, രണ്ടും 2 അറ്റങ്ങളാണ്. सूखा या बाढ़ आम जनता की स्थिति को दर्शाती है. വരൾച്ചയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അത് എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവനെ അത് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ വരികളിൽ നമുക്ക് അത് കാണാൻ പറ്റും. കബി ബാരിഷ് യാനി ഹാല സ്ഥിർ നഹി രഹത്തെ സാഹബ് സെ. അപ്പോൾ വരൾച്ചയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും പാവപ്പെട്ടവന് കഷ്ടപ്പാട് തന്നെയായിരിക്കും. സാഹബ് സെ താല്പര്യ ഉൻ വിശേഷാധികാർ പ്രാപ്ത ലോകവും സെ. ഈ സാഹബ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അതോറിറ്റി, അല്ലെങ്കിൽ കുറച്ച് വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ, കുറച്ച് പൈസ ഉള്ള ആളുകൾ, പണക്കാർ, അങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ നമുക്ക് ഈ സാഹബിൽ ഉൾപ്പെടുത്താം. അവർക്ക് എപ്പോഴും എന്തായിരിക്കും, ലോകവും സേഹെ ജിൻകെ പാസ് സത്ത യാ ധൻ ഹെ. സ്വത്തും പണവും ഉള്ളവർക്ക് ഈ രണ്ടും, ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉൻകി ജീവൻ കി ആങ്കൻ മേ ഹമേഷ ഖുഷി ഓർ സമൃദ്ധി നൃത്യ കർത്തി ഹെ. അവരുടെ ജീവിതത്തിൻ്റെ മുറ്റത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും, സമൃദ്ധിയായിരിക്കും. മനസ്സിലായല്ലോ. അടുത്തത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടെ വരികളാണ്. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബൂട്ടാപ്പേക്ക് ദീക്തി നഹി. അച്ഛൻ തിരയാണ് വയസ്സാം കാലത്ത്, എന്ത് ഊന്നുവടിയാണ് തിരയുന്നത്, പക്ഷെ എവിടെയും കാണാനില്ല. ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്, ഇത് ഈ വരികളുടെ ഇൻഡയറക്റ്റ് മീനിങ് എന്താ, ഇന്നർ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന വയസ്സായ ആളുകളെ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് കെയർ കൊടുക്കുന്നില്ല, ആരും അവരെ നോക്കാനില്ല. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇന്നർ മീനിങ് നമുക്ക് നോക്കാം. പിതാനെ ടൂണ്ടി, പിത പറയുന്ന ബുസുർഗ്, വയസ്സായ ആളുകളെയാണ് പറയുന്നത്. സഹാരയ്ക്ക് ലിയെ, സഹായത്തിന് വേണ്ടി. ലാട്ടി ഡൂണ്ട്തേ ഹെ. ലാട്ടി യഹ കേവൽ ശാരീരിക് സഹാര കി നഹി. അപ്പോൾ ലാട്ടി എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു സഹായത്തിന് പിടിക്കുന്ന ഒരു ഊന്നുവടി മാത്രമല്ല, ബൽക്കി ഭാവനാത്മക്, പാരിവാരിക് और सामाजिक समर्थन का प्रतीक है. ബൂട്ടാപ്പെ മേ ഉനെ एक लाडी അഥവാ സഹാര की जरूरत होती है. അപ്പോൾ വയസ്സാം കാലത്ത് ഒരു വടിയുടെയോ അല്ലെങ്കിൽ ഒരു സഹായത്തിൻ്റെയോ ആവശ്യകത അവർക്കുണ്ട്.
വൃദ്ധജൻ ചാഹത്തെ ഹെ കി ഉൻകി ബൂട്ടാപ്പെ മേ ഉന്നെ ചാഹനെ വാലെ. അപ്പോൾ വൃദ്ധരായ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താ, അവരുടെ വയസ്സാം കാലത്ത് അവരെ ആഗ്രഹിക്കുന്ന, അവരെ ടേക്ക് കെയർ ചെയ്യുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് സ്നേഹം നൽകുന്ന ആരെങ്കിലും ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ലേക്കിൻ ഉന്നെ യ ലാഡി ആ സഹാര കഹി ദിക്കായി നഹി ദേത്തി. പക്ഷെ അവർക്ക് ആ സഹായം എവിടെയും കാണാൻ പറ്റുന്നില്ല, എവിടെ നിന്ന് ലഭിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത്. നെക്സ്റ്റ്, ഡൂൺതി റഹി ബർഫീലി നഗരി മേ നേ കി ആൻഷ്. അപ്പോൾ ഡൂൺതി റഹി ആണ് എന്ത്, ബർഫീലി നഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ കവേർഡ് ആയിട്ടുള്ള, മഞ്ഞ് മൂടി കിടക്കുന്ന നഗരം എന്നാണ്. അപ്പോൾ ഈ മഞ്ഞ് മൊത്തത്തിൽ മഞ്ഞിങ്ങനെ കൂമ്പാരമായി കിടക്കുകയാണ്, അവിടെ തിരയാണ് സ്നേഹത്തെ. ഓക്കെ, നേ കി ആൻഷ് കമല നിഗൂർബന്റെ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഈ ഹൈക്കു റിഷ്തേ മേ ഡണ്ടാപ്പൻ ഓർ പ്യാർ കി തലാഷ് കോ ദർശാത്താ ഹെ. ഇവിടെ തണുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ സെർച്ച് ചെയ്യാണ്. ആ തണുപ്പിൽ പോയിട്ട് സ്നേഹത്തെ തപ്പുകയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്, തിരയുകയാണ്. ബർഫീലി നഗരി കാ താൽപര്യ ഏക് ഏസെ വാതാവരൺ സേ ഹെ ജഹാ പ്യാർ ഓർ ഭാവനായും ബർഫ് കെ സമാൻ. അപ്പോൾ ഇവിടെ സ്നേഹവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബർഫ്, മഞ്ഞ് പോലെ കട്ട പിടിച്ച് ജമീ ഹുയി കൂടിക്കിടക്കുകയാണ്. യാനി നീരസത ഓർ സംവേദനഹീനത. നേക്കി ആഷ് മത്ലബ്, ഈ നേക്കി ആഷ് എന്ന് പറഞ്ഞാൽ സ്നേഹം, അപ്നാപ്പൻ, അതിനൊക്കെയാണ് നമ്മൾ നേക്കി ആഷ് എന്ന് പറയുക. അപ്പോൾ അവിടെ പോയി തിരയുകയാണ് ഈ സ്നേഹത്തെ, പക്ഷെ എവിടെയും അത് കാണാനില്ല. പ്യാർ ഹമേഷ ഗർമാഗർം ഹോത്താ ഹെ പ്യാർ മേ. അതായത് ആ മഞ്ഞിൽ, ആ ഒരു മഞ്ഞിൻ്റെ പുതപ്പിൽ പോയിട്ട് ചൂട് തപ്പുക എന്ന് പറയില്ലേ, അതാണ് സംഭവം. ആ ഒരു മൂടിക്കിടക്കുന്ന മഞ്ഞിൻ്റെ സ്നോ കവേർഡ് ആയിട്ടുള്ള അവിടെ പോയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ഒരു ചൂട്, ആ ചൂടിനെയാണ് ഇവിടെ സ്നേഹമായിട്ട് പറയുന്നത്, അത് തപ്പാണ്. പക്ഷേ പ്യാർ മേ വ ശക്തി ഹെ ജോ മൻ കി ഗാവ് ബർ സക്തി ഹെ, അതെവിടെയും കാണാനില്ല. യെ സംസാർ അപ്നേപ്പൻ മേൻ സികുർത്തി ജാ രഹേ ഹെ, കിസി കോ കിസി ദൂസരെ സെ കോയി ലേൻ ദേൻ നഹി. ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. സബ് സ്വാർത്ഥത മേ രംത്തെ ഹെ, എല്ലാവരും സെൽഫിഷാണ്, സ്വാർത്ഥതയിലാണ് ജീവിക്കുന്നത് എന്നാണ് ഈ ഒരു ഹൈക്കൂലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. आदि ചോദ്യം, साहब के आंगन सदा फुहार यहाँ किस हालत की और इशारा किया गया है. അപ്പോൾ സാഹബിൻ്റെ മുറ്റം എപ്പോഴും എന്താണ്, നിറഞ്ഞ് സമൃദ്ധമായിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാഹബ് കി ഘർ കി സമൃദ്ധി കി ഓർ. അപ്പോൾ സാഹബിൻ്റെ വീട്ടിൽ എന്ന് സമൃദ്ധിയാണ്, അവിടെ ദാരിദ്ര്യമില്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ലാട്ടിയ ബൂട്ടാപ്പേ കി ദീക്തി നഹി. അപ്പോൾ വയസ്സാം കാലത്ത് ആ കൂന്നുവടി കാണാനില്ല, എവിടെയും കാണുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഉത്തരം, पिता ने सोचा था कि ബുട്ടാപ്പേ में बच्चे अपने സഹാര ബനേങ്കി. അപ്പോൾ അവരുടെ ആ വയസ്സായ ആൾ അല്ലെങ്കിൽ പിതാ വിചാരിക്കുകയാണ്, വയസ്സാകുന്ന സമയത്ത് മക്കള് ഒരു സഹായമായിരിക്കും. ലേക്കിൻ അവേ ഉൻകെ സാത്ത് നഹി. പക്ഷെ ഇപ്പോൾ അവരുടെ കൂടെ ആ മക്കളില്ല. അടുത്തത്, ബർഫീലി നഗരി മേ നേ കി ആൻ സെ ക്യാ താൽപര്യ ഹെ. ബർഫീലി നഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ കവേർഡ് ആയിട്ടുള്ള, മൊത്തം മഞ്ഞു മൂടി കിടക്കുന്ന അവിടെ പോയിട്ട് സ്നേഹത്തെ തിരയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദുഃഖി ദിൽ ഇസ് ദുനിയാമേ വാസ്തവിക് സ്നേഹിക്കോ ഗോഷ് മേ ഹെ. അപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു മനസ്സ് ഈ ലോകത്തിൽ സ്നേഹത്തെ തിരയുകയാണ്. പ്രേം ന മിൽനെ സെ ഉസ് പാനെ കി കോഷിഷ് ജാരി രഹത്തി ഹെ. അപ്പോൾ ആ സ്നേഹം കിട്ടുന്നില്ല, അതിനെ തിരയുന്ന ഒരു തിരക്കിലാണ്, ട്രൈ ചെയ്യാണ്, തിരയുകയാണ്. അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വരുന്നത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഗതിവിദ്യമാണ്. ജിന്ദഗി കി ചുനൗത്തിയും വിഷയ പർ ടിപ്പണി ലിഖിയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ ടിപ്പണി തയ്യാറാക്കാനാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ടിപ്പണി നോക്കാം. മാനവ് ജീവ് ചുനൗത്തിയും സെ ഭരാ ഹോത്താ ഹെ. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ പ്രതിസന്ധികൾ തന്നെയാണ്. സംസാർ മേ ഏസാ കോയി നഹി ഹെ ജിസ്കി ജിന്ദഗി മേ ചുനൗത്തിയാ ന ആത്തി ഹോ. അപ്പോൾ ലോകത്തിൽ ആരും തന്നെ ഇല്ല പ്രതിസന്ധികൾ ഇല്ലാത്തവർ. വ്യക്തിഗത് വികാസ് ഓർ മൻ കി ശാന്തി കെ ലിയെ ചുനൗത്തിയും കാ സാമന കർണ സീഖ്ന ഹെ. നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമുക്ക് സമാധാനം കിട്ടണമെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് പഠിക്കണം. ജീവൻ മേ ഹർ ചുനൗത്തി കെ സാത്ത് ഏക് നയ അവസർ ബി ആത്താ ഹെ. എല്ലാ പ്രതിസന്ധികളുടെ ഒടുവിലും നമുക്കൊരു പുതിയ അവസരം തുറന്നു വരും. ധൈര്യ, ആത്മവിശ്വാസ്, ആത്മവിശ്ലേഷൺ, സഹി നിർണയ സെ ഹർ കഠിനായി കോ പാർ കർ സക്തേ ഹെ. അപ്പോൾ നമ്മുടെ ധൈര്യവും നമ്മുടെ ആത്മവിശ്വാസവും എല്ലാം കൊണ്ട് നമ്മൾ എല്ലാ കഠിനമായിട്ടുള്ള കാര്യങ്ങളും ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. സ്വാർത്ഥത സെ ഭരി ഇസ് ദുനിയാ മേ സമസ്യാവും കോ കോയി കമി നഹി. ഈ ലോകം എന്ന് പറയുന്നത് ഫുൾ സെൽഫിഷ് ആയിട്ടുള്ള സ്വാർത്ഥന്മാരുടെ ലോകമാണ്. ഇവിടെ പ്രശ്നങ്ങൾക്കൊരു കുറവുമില്ല, എന്നും പ്രശ്നങ്ങളാണ്.
प्रॉब्लम्स ആണ് अतः जिंदगी में सफलता हासिल करने के लिए चुनौतियों का सामना करना ही पड़ेगा നമ്മൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും പ്രതിസന്ധികളെ നേരിട്ടേ മതിയാകുള്ളൂ ഇതാണ് നമ്മുടെ ഗതിവിദ്യാമിൽ വരുന്നത് ഇത്രയുമാണ് നമ്മൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക തുടർന്നും വാച്ച് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്